ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമുക്ക് ഇവിടെ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ആ ആളൊന്ന് ഓപ്ഷൻ ഒന്ന് കൊടുക്കട്ടോ. പിന്നെ ഞങ്ങൾ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യുകൊണ്ടു മറക്കരുത്. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ പിന്നെ ചായയും കടിയും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ കൂട്ടാനുണ്ടാക്കുകയാണ്. അപ്പോൾ കോളിഫ്ലവറാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം ഞാൻ തിളച്ച വെള്ളത്തിലൊന്ന് ഇട്ട് കൊടുത്തതാണ് കണ്ടിരുന്നത്. അപ്പോൾ ഇതാ പിന്നെ അതിക്ക് മസാലയൊക്കെ തേച്ച് ഞാൻ പൊരിച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചോറ് വെന്തിട്ടുണ്ട്. അപ്പം ഞാനത് ഊറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ ചോറൂറ്റലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ കൂട്ടാൻ പൊരിച്ചെടുക്കുന്നുണ്ട് കോളിഫ്ലവർ. പിന്നെ അതാ ചോറൊക്കെ ആയി, കുട്ടികളൊക്കെ സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം പിന്നെ ഇന്ന് മീൻ വാളമീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വാലിൻ്റെയും തലൻ്റെയൊക്കെ കഷ്ണങ്ങൾ ഇട്ടിട്ട് പിന്നെ വെണ്ടയ്ക്കയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് ഞാൻ വെണ്ടയ്ക്കയും ഉള്ളിയും പച്ചമുളകും ഒക്കെ നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടിയൊക്കെ ചൂടായ ശേഷം ഞാൻ പിന്നെ അതിക്ക് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓയിൽ ചൂടായതിന് ശേഷം പിന്നെ അതാ കടുകും ഉലുവയൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം പിന്നെ ഞാൻ നുറുക്കി വെച്ച വെണ്ടയ്ക്കയും ഉള്ളി പച്ചമുളക് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് വാടി വരണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ചെറിയൊരു ഇഞ്ചിപ്പൊട്ടും 2-3 അല്ലി വെളുത്തുള്ളി കുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അതായിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കറി ഞാൻ ആദ്യം ഒരു പ്രാവശ്യമൊക്കെ വീഡിയോ ഇട്ടതാണ്. അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ തക്കാളി നുറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മസാലകളൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിക്ക് കുറച്ച് പുളിയും കൂടി തിരുമ്പി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളിയൊക്കെ പാർന്ന് പിന്നെ പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കറിക്ക് ആവശ്യത്തിനുള്ള. അപ്പം ഇനി നമുക്ക് അതിക്ക് മീൻ കഷ്ണം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ അതിക്ക് മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീനിൻ്റെ നല്ല കഷ്ണമൊന്നും എടുത്തിട്ടില്ല, അത് പൊരിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. മീനിൻ്റെ വാലിൻ്റെ അവിടുത്തെ കഷ്ണവും തലഭാഗങ്ങളൊക്കെ ഇട്ട് കൊടുത്തിരിക്കണത്. അപ്പോൾ അതാ ഞാൻ മീനൊക്കെ ഇട്ട് കൊടുത്തിപ്പോൾ കറിയൊക്കെ നല്ലോണം കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ തേങ്ങ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ്. അങ്ങനെ അതാ നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് തൂമിച്ചെടുക്കണമൊന്നുമില്ല കേട്ടോ. തൂമിച്ചൊക്കെ ചെയ്യാൻ ഞാൻ തൂമിക്കണില്ല. ആദ്യം തന്നെ കടുക് ഉലുവയൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ടല്ലേ കറി ഉണ്ടാക്കിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൂമിച്ചെടുക്കണില്ല. ഇനി ഇതാ നമുക്ക് മീനിൽ മസാല തേക്കണം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളകൊക്കെ കൂടി അരച്ചിട്ട് അതിക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു നുള്ള് മല്ലിപ്പൊടിയും കൂടി ഇട്ട് സുറുക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പിട്ടിട്ട് മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുക്കളപ്പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുക്കളൊക്കെ പാത്രമൊക്കെ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇനി നമുക്ക് അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇന്നലെ കുറച്ച് നനച്ചുള്ളിപ്പണി എടുത്തിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് എടുക്കുന്നുണ്ട്. ഓരോ ദിവസം കുറച്ച് എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളെ കോണിൻ്റെ ഭാഗം കേട്ടോ, കോണിത്തട്ടിലാണ് എടുക്കണത്, കോണിക്കൂട്ടിൽ. അപ്പോൾ അതാ അവിടെ ഞാൻ കുറച്ച് കസാലകളൊക്കെ വെച്ചിരിക്കുക കേട്ടോ. ടേബിളിൻ്റെ കസാലകളാണ്. ടേബിളിൻ്റെ അവിടെ വേറെ ഇങ്ങനത്തെ കുറച്ച് കസാല ഉണ്ട്. അപ്പോൾ അത് ഇട്ടിരിക്കുകയാണ് ഞാൻ ടേബിളിൻ്റെ അവിടെ. മറ്റേ കസാല ഞാൻ അവിടെ കൂണിൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇനി അവിടെ നിന്ന് താഴത്തേക്ക് എടുത്ത് കൊടുന്ന് വെച്ചിട്ട് അവിടെ മാറാലൊക്കെ തട്ടി ഒന്ന് തുടച്ച് വൃത്തിയാക്കണം കേട്ടോ. പിന്നെ മാറാലത്തോട്ടിയൊക്കെ എടുത്തിട്ട് മേലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ അതാ നമ്മളെ കസാലകളൊക്കെ താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചുമരുമ്മക്കൂടെയൊക്കെ ഒന്ന് മാറാല തട്ടി കൊടുക്കണം. മാറാലൊന്നുമില്ല, എന്നാലും
ഒന്ന് എല്ലായിടും ഒന്ന് നമ്മളെ കൈയൊന്ന് എത്തിച്ചണല്ലോ, നോമ്പല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലായിടും ഒരു തലക്കന്ന് ഇങ്ങനെ ഓരോ ദിവസം നേരാക്കി പോരുകയാണ്. അപ്പോൾ അതാ ഈ ജനലിൻ്റെ അവിടെ തുടക്കാനാട്ടോ പണി. അവിടേക്ക് എത്തണമെങ്കിൽ കോണില്ലാത്തതുകൊണ്ട് കോണില്ല, അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് ജനൽ തുടക്കാൻ. അപ്പോൾ ഞാൻ എല്ലായിടും മാറാലൊക്കെ തട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് അടിച്ചു വാരി എടുക്കണം. പിന്നെ ഇവിടെ ഒരു കടലാസും പെട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് സിറ്റ് ഔട്ടിലിടുന്ന ചവിട്ടിയാണ്. അപ്പോൾ നല്ല കാറ്റായപ്പോൾ നല്ല പൊടിയാണ്. അപ്പോൾ ഞാൻ ചവിട്ടി ഇതാണെങ്കിൽ ഒരു കോട്ടൻ്റെ പോലത്തെ ഒരു ചവിട്ടിയാണ്, പ്ലാസ്റ്റിക്, ആ പുല്ലിൻ്റെ അല്ല. ഇത് ഇങ്ങനെ ആകുമ്പോൾ ഇതുമ്പോൾ ചളി പിടിക്കുകയാണ്. അപ്പോൾ ഞാനത് ഇവിടെ മേലെ കൊടുന്ന് വെച്ചതാണ്. ഈ കാറ്റൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് കഴുകിയിട്ട് അവിടെ ഇടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കടലാസും പെട്ടിയിൽ എന്താണെന്ന് നോക്കിയതാണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളതൊന്നും ഓർമ്മയില്ല. അതിൽ 2 വലിയ ബ്ലാങ്കറ്റാണ് കേട്ടോ. അപ്പോൾ തൽക്കാലം അതവിടെ ഇരിക്കട്ടെ. കടലാസും പെട്ടിമത്തെ പൊടിയൊക്കെ ഞാൻ തട്ടിക്കൂട്ടി അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. പൊടിയൊന്നുമില്ല, എന്നാലും ഒന്ന് നേരാക്കല്ലേ. അപ്പോൾ അതൊന്ന് തട്ടിക്കൂട്ടിയൊക്കെ അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതാ ഞാൻ അവിടെയൊക്കെ മാറാലൊക്കെ തട്ടി അടിച്ചോരി എടുക്കുന്നുണ്ട് കേട്ടോ. അടിച്ചോരെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ജനൽ തുടക്കുകയാണ് കേട്ടോ. അപ്പോൾ ജനൽ എത്തണം അതുവരെയൊക്കെ തുടച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മേലക്കൊന്നും ഇപ്പോൾ എങ്ങനെയായാലും എത്തൂല. ഇത് തന്നെ ഒരു 3-4 കസാല ഇട്ടിട്ട് അവമ്മ കയറി നിൽക്കുകയാണ്. അപ്പോൾ എത്തണം അതുവരെയൊക്കെ തുടക്കട്ടെ, അല്ല അപ്പോൾ എന്താ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വാതിലൊന്ന് തുടച്ചു മേലത്തെ. പിന്നെ ഇതാ വാതിലൊക്കെ തുടച്ച് കഴിഞ്ഞ ശേഷം ഞാനൊരു മുണ്ട് നനച്ച് പിഴിഞ്ഞിട്ട് ഇതാ സ്റ്റെപ്പുകളൊക്കെ മുണ്ടോണ്ടാട്ടോ തുടക്കണത്. അതിൻ്റെ ആ സൈഡ് ഭാഗങ്ങളൊക്കെ എന്തെങ്കിലും വടിത്തുടപ്പുകൊണ്ട് തുടക്കുമ്പോൾ നമുക്ക് ആ സൈഡൊന്നും തുടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മുണ്ടോണ്ട് എല്ലായിടും ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. സ്റ്റെപ്പുകളൊക്കെ മുണ്ടോണ്ട് തുടച്ചിക്കുകയാണ്. അപ്പോൾ ആദ്യം തുടച്ചതിന് ശേഷം ആദ്യത്തെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് പിന്നെ രണ്ടാമത് വേറെ വെള്ളമൊക്കെ എടുത്തു കൊടുന്ന് രണ്ടാമത് ഒന്നും കൂടി തുടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ അവിടുത്തെ മേലത്തെ തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ താഴേക്ക് ഇറങ്ങിയിട്ട് കസാലകളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അതൊക്കെ തുടച്ച് കഴിഞ്ഞാൽ അവിടേക്ക് തന്നെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോയുമായി വരണ്ട്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.